ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കിവിടെ കുറച്ച് ചീര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്നത് തോരൻ വയ്ക്കുന്ന വീഡിയോ ആവാം. ഞാൻ ആദ്യം ഇതൊന്ന് വൃത്തിയാക്കി കഴുകി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചീര നമ്മൾ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചീര ഇവിടെ മുറിച്ച് കട്ട് ചെയ്തെല്ലാം ലെവലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചീര വറവിന് വേണ്ട തേങ്ങയും വെളുത്തുള്ളി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചീരയിൽ ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് 2 പച്ചമുളകും കൂടി അരിഞ്ഞതിൽ ഇട്ട് വയ്ക്കാം. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചീര കുറച്ച് ദിവസമായിട്ട് ഇലയിലേക്ക് ഇട്ട് കൊടുക്കാം. ചീര ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അധികം കുറച്ചൊന്ന് ഇതായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അതിലേക്ക് നമ്മുടെ തേങ്ങയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉണ്ടാക്കുന്നത് ഒരാൾ ഇങ്ങനെ വെളുത്തുള്ളി കടുവിന് പകരം വെളുത്തുള്ളി പൊട്ടിച്ചിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ വെളുത്തുള്ളി ചതച്ചിടാറ് പതിവ്. അപ്പം അതിൻ്റെ ഒരു
കിട്ടുമ്പോൾ നല്ല രസമാണ്. വെളുത്തുള്ളിയുടെ ആ ഒരു ടേസ്റ്റും കൂടി വരുമ്പോൾ എണ്ണയിൽ വറുത്ത് ചെയ്യുന്നതിനെക്കാളും ഇങ്ങനെ ചതച്ചിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ചീര വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട്. ഒരു വെള്ളം പോലത്തെ ഒരു ചീരയാണ്. ഒന്ന് വറ്റി വരുന്നത് വെയിറ്റ് ചെയ്യാം. ചീര വെന്ത് ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ വെള്ളം കൂടി ഒന്ന് വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ചീര വരവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. കഴുകിയ വെള്ളമൊക്കെ ഞാൻ വെറുതെ എല്ലാം ഞാൻ കുടഞ്ഞ് കളഞ്ഞിനായിരുന്നു. അപ്പോൾ ആ തണ്ട് ഒരു വെള്ളം പോലത്തെ ഒരു തണ്ടുള്ള ചീര അതിങ്ങനെ വെള്ളമായിപ്പോയി. അടിപൊളി ചീര വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.